അപ്പോൾ നമ്മുടെ വീട്ടിലത്തെ ലാസ്റ്റ് കല്യാണമാണ് ഇന്ന്. നമ്മുടെ വീട്ടിലേക്ക് ഒരു പുതിയ അതിഥി കൂടെ എത്തുകയാണ്, അമിയ. അൽഹംദുലില്ലാഹ് ഫോർ എവരിത്തിങ്. പിന്നെ അമിയ അതിലിനെ പറ്റിയ ഒരാളാണെന്ന് തോന്നിയിട്ടുണ്ട്. കാരണം അതിലിൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് കുറച്ച് ചൂടാണ്, പക്ഷേ പെട്ടെന്ന് കൂളാവും, അങ്ങനത്തെ ഒരു ടൈപ്പ് ക്യാരക്ടറാണ്. കുറേ മാറ്റങ്ങൾ അമിയനായിട്ട് എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 1 ഇയർ ആവാറായിട്ടുണ്ടാവും അവരത്. ആ ഒരു 1 ഇയർ ഗ്യാപ്പിൽ തന്നെ അതിൽ ഒരുപാട് മാറിയിട്ടുണ്ട് എന്ന് തോന്നി. നല്ല മാറ്റമാണ് കേട്ടോ, ചീത്ത മാറ്റങ്ങളല്ല. മീൻസ് മറ്റേ കുറേ ദേഷ്യപ്പെടും പെട്ടെന്ന്, അങ്ങനെയൊക്കെയുള്ള ക്യാരക്ടറിൽ നിന്ന് എല്ലാം അമിയെ മാറ്റിയെടുത്ത് എന്നുള്ള തോന്നൽ ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. അതേപോലെ കുറേ പ്ലാനുകൾ ഉണ്ടായിരുന്ന ആൾക്ക് അതിൽ നിന്നൊന്നും മാറൂല എന്ന് പ്ലാൻ ചെയ്തിരുന്ന ഒരാളാണ്. പക്ഷെ അമ്മിയെ ലൈഫിലേക്ക് എത്തി പിന്നെ ആൾ കുറേ ചേഞ്ചുകളൊക്കെ വരുത്തി. ഞങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്ന ചേഞ്ചുകളാണ് ഓന് വരുത്തിയത്. അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ അമ്മിയെ എന്തുകൊണ്ട് നമ്മളെ ഫാമിലിക്ക് ഭയങ്കര ബെറ്റർ ആണെന്ന് തോന്നുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അങ്ങനെ ആവട്ടെ ഉള്ളതും. The rest of our lives. അതിലൊക്കെ തന്നെ അടിപൊളിയാണ്, ഫുൾ വൈബിന്റെ ആളാണ്. എല്ലാ കാര്യത്തിനും സപ്പോർട്ടാണ്. ടൂർ പോവാനായാലും പുറത്ത് കൊണ്ടുപോകാനായാലും ഒക്കെ അടിപൊളിയാണ്. പിന്നെ എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്, എസ്പെഷ്യലി ഉമ്മ ആൻഡ് ഉപ്പ. അവർക്ക് അതിലിൻ്റെ വെഡിങ് എന്നൊക്കെ പറയുമ്പോൾ കുറേ ഞങ്ങൾ വെയിറ്റ് ചെയ്തിട്ട് അങ്ങനെ ഇരുന്നതാണ്. ഉമ്മ ഇന്നലൊക്കെ പറയുന്നുണ്ടായിരുന്നു അതിൽ ഇപ്പോൾ ചോറ് കൊടുക്കാൻ അമ്മിയ വന്നു, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. അപ്പോൾ നമുക്കതെല്ലാം കാണുമ്പോൾ ഒരു സന്തോഷമാണ്. ഓനക്ക് കൂടെ ഒരാളെ കിട്ടിയല്ലോ എന്നുള്ളതിൽ, അതും ബെറ്റർ ആയിട്ടുള്ള ഒരാളെ തന്നെ കിട്ടിയല്ലോ എന്നുള്ളതിൽ നമ്മൾ നല്ല ഹാപ്പിയാണ്.